പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, സ്നേഹത്തിൽ ഒന്നാകാൻ, ഐക്യത്തിൽ ഒന്നാകാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചു. വലിയ സ്നേഹത്തിൽ ഒന്നായിക്കൊണ്ട് അങ്ങയുടെ ആരാധനയിൽ, അങ്ങയെ ആരാധിക്കുന്ന ഈ പുണ്യ നിമിഷത്തിൽ അങ്ങയോടുകൂടെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ടായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുക: നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വഴി എല്ലാവരും ഒന്നായിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന പ്രത്യേകമായി അവഹേളിക്കപ്പെടുന്ന ഇടങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന ദിവസം നാഗപ്പൂരിൽ നടന്ന സംഭവങ്ങൾ, പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കി കാണും. നാഗപ്പൂർ രൂപതയിൽ നടന്ന വലിയ സംഭവത്തെ എല്ലാം ഓർത്ത് നമുക്ക് പ്രത്യേകമായി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന, പരിശുദ്ധ കുർബാനയെ വേദനിപ്പിക്കുന്ന എല്ലാ ഇടങ്ങളെയും അതിനുള്ള പരിഹാരമായിട്ട് നമുക്ക് ഇന്ന് ആരാധനയിൽ നമ്മളെല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഏകപിതാവിൻ്റെ മക്കളായി ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമേ, പുതുവർഷത്തിൻ്റെ ഏകദേശം 1 മാസത്തിലേക്ക് ഞങ്ങൾ അണയുകയാണ്. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് സ്നേഹത്തിൻ്റെ പാതയിൽ ഒരുമിച്ച് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വർഷം ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഞങ്ങളുടെ ജോലിയിടങ്ങളിലുമെല്ലാം ഐക്യത്തിൻ്റെ വിത്തുപാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ലവനായ ഈശോയെ, നിന്നെ ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം നിന്റെ കൃപകൾ സമൃദ്ധമായി നൽകണമേ. ഈശോയെ, നിന്നുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിലും അവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിലും മാധ്യമ സമൂഹത്തെ പോലെ പീഡനങ്ങളുടെയും വേദനകളുടെയും ഇടയിലൂടെ ഇന്നത്തെ ക്രൈസ്തവ ജനത കടന്നു പോവുകയാണ്. ലോകമായ സകലം ക്രൈസ്തവ പീഡനങ്ങൾ കൂടി വരുമ്പോഴും ഈശോയെ, നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാനും നിൻ്റെ സംരക്ഷണവും നിൻ്റെ കരുതലും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുകയാണ്. എല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ ഈശോയുടെ വലിയ ആഗ്രഹം ഇതാണ്. കുരിശുമരണത്തിന് മുമ്പ് ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചത് തൻ്റെ ശിഷ്യന്മാർ ഒന്നായിരിക്കണമെന്നാണ്. ഇന്ന് ഈ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഐക്യമില്ലാത്ത ഇടങ്ങൾ എത്തൊക്കെയുണ്ടെന്ന് പരിശോധിക്കാം, ചിന്തിക്കാം. അങ്ങനെ ഐക്യമില്ലാത്ത മേഖലകളെല്ലാം മറന്ന്, പിണക്കങ്ങൾ മറന്ന് കൈകോർക്കുവാനായിട്ട് ഈ ആരാധന നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ആരോടൊക്കെയാണ് പിണക്കത്തോടെ നമ്മളായിരിക്കുക, ഐക്യമില്ലാതെ ആയിരിക്കുക? നമ്മുടെ ജോലിസ്ഥലങ്ങൾ, കുടുംബങ്ങൾ, നമ്മുടെ സമുദായം ഒക്കെ ഈ ഐക്യമില്ലായ്മയുടെയും സ്നേഹക്കുറവിൻ്റെയും ഒക്കെ
മേഖലകൾ നമ്മൾ കാണാറുണ്ട്. അവയെല്ലാം മറന്നുകൊണ്ട് ഒരു സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഹൃദയവുമായി നമുക്കിന്ന് മുന്നോട്ട് പോകാൻ, ഇനി മുതൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമോ എന്ന് പരിശോധിക്കണം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹത്തെക്കുറിച്ചാണ് പറയുക. സ്നേഹമുള്ളിടത്ത് മാത്രമേ ഐക്യമുണ്ടാവുകയുള്ളൂ. വിട്ടുവീഴ്ചയുടെ സ്നേഹമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹമെന്ന് പറയുന്നത് അത് ഇതുവരെ സ്വാർത്ഥമാണ്. സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള സ്നേഹം, അത് വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹം. എന്നാൽ ഈശോ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന വിട്ടുവീഴ്ചയുടെയാണ്, വിട്ടുകൊടുക്കുന്ന സ്നേഹത്തെക്കുറിച്ച്. അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന സ്നേഹമുള്ളിടത്ത് മാത്രമേ ഐക്യമുണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമിക്കുവാനും സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ അവിടെ ഐക്യമുണ്ടാകും, വളർച്ചയുണ്ടാകും. അത് ലോകത്തിന് നൽകുന്ന വലിയൊരു സാക്ഷ്യമാണ്. നമ്മൾ തമ്മിലുള്ള സ്നേഹം കണ്ടാണ് ലോകം ഈശോയെ തിരിച്ചറിയുന്നത്. ഒരു നല്ല അയൽക്കാരനായും സ്നേഹമുള്ള മകനായും മകളായി മാറാനായിട്ട് നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. നമുക്ക് ദേഷ്യമോ പിണക്കമോ ഉള്ള വ്യക്തിയൊക്കെ നമുക്ക് ഈ നിമിഷം ഓർക്കാം. അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ചൊരിയുന്നതിനായി മൗനമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാവരെയും സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഹൃദയത്തിൽ ഏറ്റുപറയാം. സ്വന്തമായി അവരോടൊക്കെയാണോ നമുക്ക് ഏറ്റുപറയാനുള്ളത്, അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ലോകത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും അങ്ങയുടെ സത്യത്തിലും സ്നേഹത്തിലും ഒന്നായി തീരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭിന്നതയിലും കലഹത്തിലും കഴിയുന്ന കുടുംബങ്ങളിൽ സമാധാനത്തിൻ്റെ ദൂതരായി ഞങ്ങളായി തീരുവാനും അങ്ങനെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ പ്രവർത്തിക്കുവാനും അങ്ങനെ സമാധാനത്തിൻ്റെ വക്താക്കളായി ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിനായി ദാഹിക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഐക്യവും സഹോദര്യവും നിലനിർത്തുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ദിനത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ സമാധാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ തുറന്നു നൽകുന്നു. വെറുപ്പുള്ളിടത്ത് സ്നേഹവും പരിഭവമുള്ളിടത്ത് ക്ഷമയും വിതയ്ക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും സമാധാനത്തിന് ദൂതനായി മാറുവാൻ എനിക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ സ്നേഹത്തിൽ ഞങ്ങളെല്ലാവരും ഒന്നായി തീരട്ടെ. ഈശോയെ, സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു പുതിയ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ, ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നീ സമൃദ്ധമായി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.